അപ്പോൾ ഇന്നത്തെ പരിപാടി ഒരു അച്ചാർ ഇടാനുള്ള പരിപാടിയാണ്. അതിനുവേണ്ടി നമ്മൾ എടുത്തേക്കുന്നത് കുറച്ച് നാരങ്ങയും അതുപോലെ തന്നെ ജാതിക്കയുമാണ്. ഒരു 4 ജാതിക്ക നമ്മൾ കീറി രണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന ജാതിക്കയാണ്. പിന്നെ കുറച്ച് നാരങ്ങയും, ഇത് രണ്ടും നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് ഇടുന്നത്. നാരങ്ങ ഇട്ടതിന് ശേഷം ജാതിക്ക. ഇനി നമുക്കിത് ഇഡലിപ്പാത്രത്തിലോട്ട് വെച്ച് ഒന്ന് ആവി കയറ്റി ഒന്ന് വാട്ടിയെടുക്കണം. അതിനുവേണ്ടിയാണ് ജാതിക്ക എല്ലാം ഒന്ന് കീറി വെച്ചേക്കുന്നത്. ഈ രണ്ടും ഒന്നിച്ച് വാട്ടിയെടുത്തിട്ട് പിന്നെ സെപ്പറേറ്റ് ആണ് നമ്മൾ ഈ അച്ചാർ കൊണ്ട് റെഡിയാക്കുന്നത്. അന്നേരം ഇഡലി പാത്രത്തിൽ നമ്മൾ വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് ജാതിക്കയും അതുപോലെ തന്നെ നാരങ്ങയും വാട്ടിയെടുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് വാട്ടി കൊണ്ടെടുക്കാം. അന്നേരം നമ്മുടെ ജാതിക്കയും അതുപോലെ തന്നെ നാരങ്ങയും വാടാനൊക്കെ വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി തീയൊക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ട് തണുത്തതിന് ശേഷം നാരങ്ങയും അതുപോലെ തന്നെ ജാതിക്കയും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊണ്ട് എടുക്കണം. അപ്പം ജാതിക്കയെല്ലാം നമ്മൾ ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് കൊണ്ട് എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പം ജാതിക്കയിലേക്കും അതുപോലെ തന്നെ നാരങ്ങയിലേക്കും ചേർക്കാനായിട്ട് നമ്മളൊരു 100 ഗ്രാം കാന്താരി, ഒരു മീഡിയം സൈസിലൊരു ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തത്, ഒരു 3-4 കുടം വെളുത്തുള്ളി കട്ട് ചെയ്തത്, 2-3 തണ്ട് കറിവേപ്പില, ഇത്ര എടുത്തിട്ടുണ്ട്. ഇത് നമ്മളിനി രണ്ടിലേക്കും കുറേശ്ശെയാണ് ചേർക്കുന്നത്. ആദ്യം നമ്മൾ ജാതിക്കയാണ് റെഡിയാക്കാൻ പോകുന്നത്. എന്നാൽ ഇതിൽ നിന്ന് കുറച്ച് കാന്താരി, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില എല്ലാം കൂടെ ചേർത്ത് നമുക്ക് ജാതിക്ക അച്ചാർ ആദ്യം കൊണ്ട് റെഡിയാക്കി എടുക്കാം. അന്നേരം നമ്മുടെ ജാതിക്ക അച്ചാർ റെഡിയാക്കാനായിട്ട് ചീനച്ചട്ടി അടുപ്പത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടി നല്ല രീതിയിൽ അങ്ങോട്ട് ചൂടായി വരട്ടെ. അന്നേരം ചീനച്ചട്ടി നല്ല രീതിയിൽ അങ്ങോട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് നല്ലെണ്ണ കൊണ്ട് ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ എണ്ണയൊക്കെ ഒന്ന് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അല്പം കടുക് കൊണ്ടിട്ട് പൊട്ടിക്കണം. അങ്ങനെ കടുക് എല്ലാം ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാക്കി ചേരുവകൾ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഒരു പിടി കാന്താരി, ഒരു പിടി വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, ഇത്രയും കൂടെ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് അല്പം മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. മഞ്ഞപ്പൊടി ഇട്ട് നല്ലപോലെ ഇളക്കി കൊണ്ട് കൊടുത്ത് കാന്താരി, വെളുത്തുള്ളി, കറിവേപ്പില എല്ലാം ഒന്ന് വഴന്ന് വരട്ടെ. അന്നേരം നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, കാന്താരി, കറിവേപ്പില എല്ലാം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ജാതിക്ക അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ്, അല്പം കായപ്പൊടി, എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊണ്ട് മിക്സ് ചെയ്യാം. അങ്ങനെ ഉപ്പും കായപ്പൊടിയെല്ലാം നല്ലപോലെ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരല്പം വിനാഗിരി കൊണ്ട് ചേർത്ത് കൊടുക്കാം. വിനാഗിരി കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ അടച്ചു കൊടുക്കാം. ഇനി നമുക്ക് ജാതിക്ക അച്ചാർ തുറന്നു നോക്കാം. എല്ലാം നല്ലപോലെ ചേരുവകളെല്ലാം പിടിച്ച് കഷ്ണങ്ങളെല്ലാം ഒന്ന് വെന്ത് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഉപ്പൊക്കെ ഒന്ന് നോക്കണം. ഉപ്പൊക്കെ പാകത്തിന് തന്നെയുണ്ട്. ഇനി നമുക്ക് തീയൊക്കെ അങ്ങോട്ട് ഓഫ് ചെയ്ത് തണുക്കാൻ അങ്ങോട്ട് വെക്കണം. തണുത്തിട്ട് വേറൊരു പാത്രത്തിലോട്ട് നമുക്ക് എടുത്ത് പിന്നീട് അങ്ങോട്ട് മാറ്റി വെക്കണം. അന്നേരം നമ്മുടെ ജാതിക്ക അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാ ചേരുവകളും ചേർത്ത് നല്ല കിടലിനായിട്ട് റെഡിയാക്കിയ നമ്മുടെ ജാതിക്ക അച്ചാർ. ഇനി ഇത് എടുത്ത് വെച്ച് ഒരാഴ്ച കഴിഞ്ഞെടുത്ത് അങ്ങോട്ട് കഴിക്കണം. അന്നേരം അതിന്റെ ചേരുവകളെല്ലാം പിടിച്ച് നല്ല സെറ്റായിട്ട് അങ്ങോട്ട് മാറും.